ഹലോ നമസ്കാരം. ഞാൻ കർണൻ മൂവിയുടെ വൻ സക്സസിന് ശേഷം ഞാൻ കർണൻ സെക്കൻഡ് പാർട്ട് ഒരുങ്ങുകയാണ്. എറണാകുളത്തും പരിസര പ്രദേശത്തുമായിട്ട് അതിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കർണൻ മൂവിയിലെ ഫസ്റ്റ് പാർട്ടിൽ അഭിനയിച്ച പല പ്രധാന കഥാപാത്രങ്ങളും സെക്കൻഡ് പാർട്ടിലും കടന്നു വരുന്നുണ്ട്. ഞാൻ കർണൻ ഫസ്റ്റ് പാർട്ടിലെ ഇപ്പൊ ആക്ടർ ടോണി ചേട്ടന്റെ വൈഫായിട്ട് അഭിനയിച്ച ആക്ട്രസ് രമ്യ രാജേഷ് ആണ് എന്നോടൊപ്പം ഉള്ളത്. രമ്യ രാജേഷ് ഒരുപാട് സിനിമകളിൽ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കർണൻ 2-ലെ ഈ ഒരു വേഷപ്പകർച്ച എന്ന് അവരോട് തന്നെ ചോദിക്കാം. ഹായ് രമ്യ. ഹലോ. ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിരുന്നു. ചെറിയൊരു വില്ലത്തി ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പാണ് ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ രമ്യ അല്ല, ആക്ച്വലി ആ കഥാപാത്രമേ അല്ല. എന്താണ് സസ്പെൻസ് ആണെങ്കിൽ പറയണം, ബട്ട് എന്താണ് ഒരു വ്യത്യാസം അനുഭവിപ്പിച്ച് മനസ്സിലായി? അതെ അതെ അതെ, എന്താണ് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് പറയാം. തീർച്ചയായിട്ടും ഈ സെക്കൻഡ് പാർട്ട് ഫുള്ള് വ്യത്യസ്തത തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്റെ ക്യാരക്ടർ തികച്ചും എന്താ പറയുന്നത്, എനിക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുക ഞാൻ കർണൻ 2 എന്ന് പറയും. അപ്പം ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ കാര്യം ആദ്യം പറയാമല്ലോ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തപ്പം അതിനകത്ത് ഓരോ വ്യക്തികളും, ചിത്ര മാം ആണെങ്കിലും പ്രദീപ് സാറ്, എം ജി അപ്പൻ സാറ്, ഇവരുടെ എല്ലാം ഓരോ കോർഡിനേഷൻ, നമ്മളോടുള്ള ആ സപ്പോർട്ട്, അത് സത്യത്തില് യൂട്യൂബിൽ ഇത് വരുമ്പം ഇത്രയും വിജയമാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല. അപ്പം പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഞാനാണ്. കാരണം ഞാൻ കുറെ മൂവി ചെയ്തു, പക്ഷെ എന്റെ ആദ്യം റിലീസ് ചെയ്തത് ഈ യൂട്യൂബ്. അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം എന്റെ കരിയറിൽ തീർച്ചയായിട്ടും ഉണ്ടായി. ഈ സെക്കൻഡ് പാർട്ടിലും ഞാൻ ഇതിനകത്ത് ആകാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്. അപ്പം ഇതിനകത്ത് തികച്ചും അതിനകത്തു നിന്നുള്ള ഒരു ഓപ്പോസിറ്റ് രീതി തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഒരു ഫേസിലെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഇതൊരു കാണേണ്ട മൂവിയാണ്. ഇതിനകത്തെ പാട്ടുകൾ എടുത്തു പറയത്തക്ക രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് ഓരോ പോർഷനിലും ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അത് എന്താ പറയുന്നത്, ചുമ്മാതെ ഒരു ഷോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നതല്ല, അത് ആ രീതിയിലാണ്, ആ ഡെപ്തിൽ തന്നെ ഇത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്കും പൂർണ്ണമായിട്ടും അറിയില്ല ഇതിന്റെ കാര്യങ്ങള്. അപ്പം എനിക്ക് ആ മൂവി ഫുള്ള് കണ്ടാൽ മാത്രമേ അപ്പൊ ആ സസ്പെൻസിൽ കാണുന്നതാണ് എനിക്കും ഇഷ്ടം. എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു, അതായത് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മാറിയത് കൊണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ്, ഞാൻ കുറച്ചു നേരം അഭിനയത്തിന്റെ ഒരു പ്രോംപ്റ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എത്രത്തോളം ഡിഫറെന്റ് ആയി തോന്നി ഇത്? തീർച്ചയായിട്ടും, കാരണം അതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ആ നെഗറ്റീവ് ക്യാരക്ടറിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാണ്. പക്ഷെ എന്താ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ആ ഒരു സക്സസ് എന്തായാലും എന്റെ കരിയറിലും ഉണ്ടാവും, ഈ ഫിലിമിന്റെ കരിയറിലും ഉണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാവർക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഫസ്റ്റ് പാർട്ട് എങ്ങനെ നമ്മളെ സക്സസ് ആക്കിയോ അതേപോലെ ഈ ഞാൻ കർണൻ 2 എന്നുള്ള ഈ മൂവിയെ നിങ്ങൾ വിജയത്തിൽ എത്തിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും കാണണം. താങ്ക് യു.